ഹലോ ഡിയേഴ്സ്, ഞാൻ ജസിൽ മെൻറ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓപ്പോയുടെ ഒരു പുതിയ ഫോൺ ഈ മാസം 21 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ബാറ്ററി ഉള്ള ഫോൺ, അതായത് 7000 mAh ബാറ്ററി ഉള്ള ഒരു ഫോൺ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിങ്ങിനൊക്കെ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിപ്പ് സെറ്റുള്ള ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു 20,000 റേഞ്ചിൽ നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ വരുന്നുണ്ട്. മാസം 21 ലോഞ്ചിങ്. അതിനെക്കുറിച്ചിട്ടായിരിക്കും വീഡിയോയിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഫോൺ ഏതാണെന്ന് നോക്കാം. ഫോൺ ഓപ്പോയുടെ K13 5G ഈ മാസം 21 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലോഞ്ച് ആവുന്നത്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 പ്രോസസ്സറാണ് വരുന്നത്. ഒരു മിഡ് ലെവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പിന്നെ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നവർക്ക് ഹീറ്റ് ഇഷ്യൂ വളരെ കുറവായിരിക്കും, കാരണം ഇതിൽ അൾട്രാ വേപ്പർ കൂളിംഗ് ചേമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് ഹീറ്റിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. 120 ഹെർട്സിൻ്റെ അമോൾഡ് ഡിസ്പ്ലേ വരുന്ന ഈ ഫോണിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ ക്യാമറ ഒരു 50 MP ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സോണി ക്യാമറ ഒന്നല്ല, ഒരു സാധാ ലെവൽ ക്യാമറ. നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണൊന്നല്ലല്ലോ, സാധാ ലെവൽ ക്യാമറ ഉദ്ദേശിക്കുന്നവർക്ക് ബെറ്റർ ആയിരിക്കും. ഇതിൽ നൽകിയിട്ടുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 4 പ്രോസസ്സറിൽ 7.9 ലക്ഷം ആൻഡ്രോയിഡ് സ്കോർ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് സ്കോറിൽ വളരെ മികച്ച ലെവലിൽ നടക്കുന്ന ഒരു ഫോൺ കൂടിയാണിത്. ഇപ്പോൾ ബാറ്ററിയിൽ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ടെന്ന് പറയാം. കാരണം ഓപ്പോയുടെ ഈ ഫോൺ 7000 mAh വരുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ തന്നെ ഐക്യൂടെ ഒരു ഫോൺ 7300 mAh ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാ ഫോണുകളും 7000 ആ റേഞ്ചിൽ അല്ലെങ്കിൽ 10000 റേഞ്ചിലേക്കൊക്കെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഖമായിട്ട് ഒരു 2 ദിവസം നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്ന ബാറ്ററി ആയിരിക്കും ഇത്. അതിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡാണ്. 5 വർഷത്തെ ബാറ്ററി നിലനിൽക്കും, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബാറ്ററിയാണ് നിലനിൽക്കുമെന്നും കമ്പനി പറയുന്നുണ്ട്. ഈ ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂവി വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോസ് വാച്ച് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ഫീല് തന്നെ ഉണ്ടായിരിക്കും. ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള TV അല്ലെങ്കിൽ AC കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. വരുന്ന സോഫ്റ്റ്വെയർ കളർ OS 15 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 പ്രവർത്തിക്കുന്ന കളർ OS ആണ്. ഇതിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. AI റൈറ്റർ, AI സമ്മറി, AI സ്ക്രീൻ ട്രാൻസ്ലേറ്റർ, അങ്ങനെ ഒരുപാട് AIൻ്റെ പുതിയ ടൂളുകൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഫോണിലും ഉള്ള അതേ ടൂളുകൾ, അതേമാതിരിയുള്ള പുതിയ ടൂൾസ് ഇതിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ബോക്സിൽ പ്രധാനമായിട്ടും ഫോണ്, പിന്നെ 80 വാട്ടിൻ്റെ ചാർജർ, പിന്നെ ഒരു കേസ് ഉണ്ടായിരിക്കും, പിന്നെ സിം ഇജക്ടർ ടൂളുണ്ട്, പിന്നെ C2C കേബിളും. പിന്നെ ഓപ്പോയെ കുറിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ വിവോയെ കുറിച്ചിട്ട് നമുക്ക് പറയുമ്പോൾ അറിയാം, അതിന് അത്രയും വൈഡ് റേഞ്ച് സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാവുന്നതാണ് ഈ ഫോണ്. ഓപ്പോയുടെ ഈ ഫോൺ ഈ മാസം 21 ലോഞ്ച് ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൈസ് ഒരു 20,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ഫോൺ ആഗ്രഹിക്കുന്നവർക്ക്, അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോൺ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഓപ്പോയുടെ K13 5G. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുക. 23 12 മണിക്കാണ് ലോഞ്ചെങ്കിലും അതിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും. ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എന്തായാലും നമുക്ക് മറ്റൊരു പുതിയ മൊബൈൽസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അപ്ലയൻസസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കാണുന്നവരേക്കും ബൈ. നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.